ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 6 ആയപ്പോഴേക്കും അത്യാവശ്യം ന്യൂസസ് വന്നിരുന്നു. ഒരു സീസ് ഫയർ 2 വീക്സിൻ്റെ ഒരു സീസ് ഫയർ കൺഫേം ആയി എന്നുള്ള ഒരു സംഭവം. അതിൻ്റെ പ്രതിഫലനം ഒപ്പം തന്നെ നമ്മുടെ ജപ്പാൻ മാർക്കറ്റിലും മറ്റ് മാർക്കറ്റുകളിലുമൊക്കെ പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റും ഒരു 2-3% ഒക്കെ ഒരു മൂവ്മെൻറ്റ് കണ്ടു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയും ഒരു 2.5-3% ഒരു ഓപ്പണിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ മാർക്കറ്റ് ഒരു ചാനലിൽ പോവുമായിരുന്നു. ഇന്നലത്തെ ദിവസം തന്നെ ഈ ചാനൽ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഈ ചാനൽ ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ടല്ല ഇന്ന് മാർക്കറ്റ് കയറുന്നത്. മാർക്കറ്റ് കയറാനുള്ള ഡേറ്റയുണ്ട്. ആ ഡേറ്റ കാരണം മാർക്കറ്റ് ഇന്ന് കയറുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ 23,800 റേഞ്ചിന് അടുത്താണ് ഓപ്പൺ ചെയ്യുക. മാർക്കറ്റിൻ്റെ മീഡിയൻ ലൈനായിട്ട് ഇന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. മാർക്കറ്റിൻ്റെ മീഡിയൻ ലൈനായിട്ട് 23,720 ആലോചിക്കുക. അതിന് താഴേക്ക് വരാണ്ട് ഒരിക്കലും ഒരു ട്രേഡ് അതിനകത്ത് ഇല്ല. മേളിലോട്ട് പൊക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത മോസ്റ്റ്ലി ഇപ്പോൾ കാണിക്കുന്ന ഒരു 800 റേഞ്ചിലാണ് കേട്ടോ. 800-880 റേഞ്ചിലാണ് കാണിക്കുന്നത്. എന്നാലും അതിനെ കംപ്ലീറ്റ്ലി കൺഫേം ചെയ്യാനുള്ള ഒരു സംഭവം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും സേഫ്. അപ്പോൾ 820 റേഞ്ചിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ നോക്കിയാൽ മതി. ഒരു 720, 760 to 800 റേഞ്ചിൽ ആലോചിച്ചാൽ മതി. ഈ ഓപ്പൺ ചെയ്തിട്ട് ചിലപ്പോൾ ഇത് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചിലപ്പോൾ 720 വന്നിട്ട് ഇത് ഓൾമോസ്റ്റ് ഒരു 24,240 റേഞ്ചിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതായിരിക്കും ഇന്ന് മാർക്കറ്റിൽ ഇത്രയും ദിവസം അത്യാവശ്യം നല്ല ട്രേഡ്സ് കിട്ടിയത് കാരണം ഇന്നൊരു ഗ്യാപ്പ് എടുക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ്. മാർക്കറ്റ് ഒരു ടോപ്പ് എത്തിയത് കാരണം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് എത്തിയത് കാരണം ഇനി പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ വേണമെങ്കിൽ കൺസൾട്ടേറ്റ് ചെയ്താലും നിന്നേക്കാം. എങ്കിൽ ഇന്ന് കാര്യമായിട്ടുള്ള ട്രേഡ് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഒരു ബുള്ളിഷ് റാലി ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ആ റാലി ചിലപ്പോൾ അവിടെ സബ്സൈഡ് ആവാണ്ട് പോകും. 23,880 to 24,000 എന്നുള്ളത് മെയിനായിട്ടുള്ള ഏരിയയാണ്. നല്ല ബുള്ളിഷായിട്ട് മാർക്കറ്റ് മാറുവാണെങ്കിൽ, പക്ഷേ വാർ കംപ്ലീറ്റ്ലി തീർന്നിട്ടില്ല. ഒരു സീസ് ഫയർ എന്നുള്ള ഒരു സിറ്റുവേഷൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ സീസ് ഫയറിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇനി റോക്കറ്റ് പോലെ കയറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി ഒരുപാട് വലിയൊരു ടാർഗറ്റ് കീപ്പ് ചെയ്യണം എന്നില്ല. ഞാനവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 24,000 to 24,100 ആണ്. ചിലപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് പെട്ടെന്ന് കയറിപ്പോയേക്കാം. FI ബയർ കൂടെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയറിപ്പോയേക്കാം. ചാൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഏരിയ എന്ന് പറയുന്നത് 23,720, അടുത്ത 880, 24,000 ഓർ 24,100, 24,240 എന്നിങ്ങനെ 4 ലെവൽസാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ ലെവൽസ് വാച്ച് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 720, 660 to 600 ഇതായിരിക്കും. മാർക്കറ്റിന് താഴോട്ട് പോകാനുള്ള റീസൺ ഇല്ല. അത് കാരണം 600 ആയിരിക്കും, 23,600 ആയിരിക്കും സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുക. മോസ്റ്റ്ലി മേളിലേക്ക് കയറി പോകാനുള്ള ഒരു പ്രോബബിലിറ്റി തന്നെയാണ് കാണിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള പൊസിഷൻ ബിൽഡ് ചെയ്യുക. ബ്ലൈൻഡായിട്ട് ട്രേഡിലേക്ക് മാത്രം പോകാതിരിക്കുക. മാർക്കറ്റ് എന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ചുള്ള ഡയറക്ഷനിൽ മാത്രം ട്രേഡ് ചെയ്യുക. വീണ്ടും ഒരു വോളറ്റൈലിറ്റി എന്നുള്ളതല്ല, ഒരു ട്രെൻഡിങ് മാർക്കറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.